ശമ്പള പരിഷ്കരണം നടപ്പിലാക്കും എന്ന് പറയുകയും അതിൻ്റെ കമ്മീഷനെ വയ്ക്കാം എന്ന് ഗവൺമെൻറ് പറയുകയും ചെയ്തു. പക്ഷേ കമ്മീഷൻ്റെ ഉത്തരവ് ഇറങ്ങിയൊന്നും കണ്ടിട്ടില്ല. കാര്യം ഉത്തരവ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അസംബ്ലിയിൽ വേറെ ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ്, കാരണം നമ്മൾ അപ്പോൾ ഓരോ ഡെവലപ്മെൻറ്റും പോസിറ്റീവും നെഗറ്റീവും എല്ലാം നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അതിൻ്റെ ശരി തെറ്റുകളൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. കാരണം നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക മമതയില്ല, സ്നേഹവുമില്ല, കടപ്പാടുമില്ല, എതിർപ്പുമില്ല, പ്രതിഷേധവുമില്ല. പറയുന്ന അപ്പോൾ കാര്യങ്ങൾ ഫാക്റ്റ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ച് 72,000 കോടി രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. അത് 90,000 കോടി രൂപയാകും ഇത് വന്നാൽ, പരിഷ്കരണം വന്നാൽ. ബാക്കി തുക ബഡ്ജറ്റിൽ കണ്ടിട്ടുണ്ട് എന്നാണ് ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞത്. അസംബ്ലിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിഷേധിക്കാൻ പറ്റുമോ? അത് റെക്കോർഡായി കിടക്കുമല്ലോ. നാളെ ഇനി അതനുസരിച്ച് കൊടുക്കാതിരുന്നാൽ എന്ത് ചെയ്യും എന്നുള്ള വേറെ വിഷയം. പക്ഷേ എന്തായാലും 14,000 കോടി രൂപ കൂടി അഡീഷണലായി വേണം. 96,000 കോടി രൂപ അല്ല, 24,000 കോടി അല്ലേ? അപ്പോൾ 72,000 പോയിട്ട് 72 പിന്നെ 92, 96 അല്ലേ? അപ്പോൾ 24,000 കോടി രൂപയുടെ ബാധ്യത കൂടി വരുന്നുണ്ട്. അതുകൂടി എടുക്കാം. ആ ബാധ്യത കൂടി എടുത്താൽ പോലും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്നാണ് ശക്തമായി ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോഴുമുള്ളൊരു ആശങ്ക, ഒരു പ്രതിസന്ധി, 3 മാസം പോലും സമയം കിട്ടുന്നില്ല. 3 മാസം പോലും സമയം കിട്ടാതെ ഈ ഏപ്രിൽ മാസത്തിന് മുമ്പേ ഇതെല്ലാം ശമ്പള കമ്മീഷനും വെച്ച് കമ്മീഷൻ്റെ റിപ്പോർട്ടും വന്ന് റിപ്പോർട്ട് ചർച്ച ചെയ്ത് ഫൈനലൈസ് ചെയ്ത് ഈ ഏപ്രിൽ മുതൽ കൊടുക്കാൻ തുടങ്ങുമോ എന്നുള്ള ഒരു വലിയ ആശങ്കയുണ്ട്. അതോ അടുത്ത ഗവൺമെൻറ്റിലേക്ക് മാറ്റി വയ്ക്കുമോ? അടുത്ത ഗവൺമെൻറ് ഞങ്ങൾക്ക് തന്നെ അധികാരം തരൂ, ഞങ്ങൾ തരാം എന്ന് പറയുന്ന നിലയിലേക്ക്, മൂന്നാം ഗവൺമെൻറ്റായിട്ട് ഞങ്ങളെ കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാം എന്ന് പറയുന്ന രീതിയിലേക്ക് ബാലഗോപാൽ പോകുമോ എന്നിപ്പോൾ പറയാനാകില്ല. എന്തായാലും കരാർ ജീവനക്കാർക്ക് 5% തുക കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. തൊഴിലുറപ്പുകാരുടെ ശമ്പളം പരിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റ് പലർക്കും കുഴപ്പം, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ 2,000 എന്നുള്ള കൂട്ടിയില്ല. പക്ഷേ എങ്കിലും മറ്റ് പലർക്കും ആശാ വർക്കേഴ്സിനും അതുപോലെ അംഗനവാടിക്കാർക്കൊക്കെ 1,000 രൂപ വീതം കൂട്ടി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്ത കൂട്ടത്തിൽ ശമ്പള പരിഷ്കരണവും ഉണ്ടായിരുന്നു. ആ ശമ്പള പരിഷ്കരണം എന്താകുമെന്നുള്ളത് നമുക്ക് എന്തായാലും അത് ശക്തമായി അതിൻ്റെ തുക വകയിരുത്തിയിട്ടുണ്ടെന്നാണ് ബാലഗോപാൽ പറയുന്നത്. ഇനിയുള്ള അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ഈ ലീവ് സറണ്ടറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അതിനകത്തുള്ളൊരു കാര്യം, ആഴ്ചയിൽ 5 ദിവസമാക്കുകയാണ് ജോലി. 5 ദിവസമാക്കി, അതിൻ്റെ ചർച്ച നാളെ വെച്ചിട്ടുണ്ട് ഓൺലൈനിൽ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ ലീവ് സറണ്ടർ കൊടുക്കുമോ ഇല്ല എന്ന് അത് കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. കാരണം 5 ദിവസം ആക്കിയാൽ പിന്നെ സറണ്ടർ സംവിധാനം കാണുമോ എന്നറിയില്ല. ലീവ് തന്നെ ചിലപ്പോൾ പിടിക്കുമോ എന്നറിയില്ല. പക്ഷേ പിടിക്കരുത്, ലീവിലൊരു വ്യത്യാസം വരുത്തരുതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം 5 ദിവസം ലീവ് കിട്ടിയാലും സന്തോഷമൊന്നും ആഗ്രഹിക്കുന്നവരുണ്ട്. 7 ദിവസം ഒരു ലീവും ഇല്ലാതെ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. 2 വിഭാഗം ആളുകളുണ്ട്. ഓഫീസിൽ കൂടുതൽ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഒരു ജോലി ചെയ്യാതെ ഓഫീസിലോട്ടേ പോകണ്ടെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. പല വിഭാഗമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ലൈനിലല്ല ചിന്തിക്കുന്നത്. എന്തായാലും ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തുക വകയിരുത്തിയിട്ടുണ്ടെന്നും അത് 96,000 കോടി രൂപ ആവശ്യമുണ്ടെന്നും ഇപ്പോൾ 72,000 കോടി രൂപയാണ് ഇപ്പോഴത്തെ നിലവിലെ ലയബിലിറ്റി എന്നും അത് 24,000 കോടി രൂപ കൂടുതൽ വച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ. അതുകൊണ്ട് ബഡ്ജറ്റിൽ തുക വെച്ചത് കൊണ്ട് ഇതിൽ പേടിക്കാനില്ല എന്നൊരു ഉറപ്പാണ് KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞതാണ്. അങ്ങനെ ഉറപ്പ് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് നടക്കാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്.